നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഈ ലൈംഗിക പീഡന ആരോപണത്തെ തുടർന്ന് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം ആദ്യം രാജിവെച്ചിരുന്നു. പിന്നീട് അംഗത്വത്തിൽ നിന്ന് ഇല്ലാതാക്കി. അതിനുശേഷം വീണ്ടും ജനവികാരം നല്ല ശക്തമായി ഉയർന്നതിനെ തുടർന്ന് അദ്ദേഹത്തിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുകയും കോൺഗ്രസ് മെമ്പർഷിപ്പ് തന്നെ ഒഴിവാക്കുകയും ചെയ്യുന്ന നിലയിലേക്ക് എത്തി. അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കണമെന്നായിരുന്നു പല പ്രതിപക്ഷ പാർട്ടികളുടെയും ആവശ്യം. എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും ഭരണപക്ഷത്തിന്റെയും എല്ലാവരുടെയും ജനങ്ങളുടെ ആകെ അഭിപ്രായം എന്ന് പറയുന്നത് MLA സ്ഥാനം രാജിവെക്കണം എന്ന് തന്നെയായിരുന്നു. പക്ഷെ MLA സ്ഥാനം രാജിവെക്കുന്നതിനോ അതിനുവേണ്ടി മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനോ വാർത്താ സമ്മേളനം വിളിക്കുന്നതിനോ ഒന്നും രാഹുൽ മാങ്കൂട്ടം തയ്യാറായിട്ടില്ല. ഇതിനിടയ്ക്കാണ് മീഡിയ വൺ പോലുള്ള ചാനൽ ചർച്ചയിൽ കോൺഗ്രസിന്റെ 2 വക്താക്കളെ കൊണ്ടിരുത്തി നല്ല രീതിയിൽ വെളുപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചത്. കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് കളഞ്ഞതിനെ സംബന്ധിച്ചുള്ള ചർച്ചയായിരുന്നു, ചാനൽ ചർച്ചയായിരുന്നു അത്. ആ കോൺഗ്രസിന്റെ മെമ്പർഷിപ്പും അതിനെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലുകളും കൃത്യമായി സരിൻ അത് അവിടെ അവതരിപ്പിക്കുകയുണ്ടായി. ആ കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് എന്താണെന്നും നിലവിൽ മറ്റ് പല MLA-മാരും ഇതുപോലെ പീഡനക്കേസിൽ പ്രതിയായതിന്റെ ഇതുപോലെ കോൺഗ്രസ് മെമ്പർഷിപ്പ് കളഞ്ഞതിന് ശേഷം വീണ്ടും തിരിച്ചു വന്ന് മത്സരിച്ച് ജയിച്ചതും ഇപ്പോൾ നിലവിൽ കോൺഗ്രസിലുള്ളതുമായ വക്താക്കൾ നിലവിലുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള ഒരു വിശദമായിട്ടുള്ള ഒരു ചാനൽ ചർച്ചയുണ്ടായി. അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കിവിടെ കാണാം. വേണു, ഇപ്പോ സ്വയം അപഹാസ്യനാവുന്ന രീതിയിലാണ് അദ്ദേഹം ആ പ്രിന്റഡ് ആയിട്ടുള്ള സാധനം എടുത്തു കാണിച്ചിരിക്കുന്നത്. കാരണം ഈ പ്രിന്റഡ് ഫോം ഒക്കെ കേരളത്തിലെ ഉഡായിപ്പ് മെമ്പർഷിപ്പുകളാണ്. AICCയോട് രേഖാമൂലം എഴുതി ചോദിച്ചാൽ അറിയും. വിത്ത് ഇഫക്ട് ഫ്രം 1st January 2025 all membership will be in digital form only. Page number 5, article 5, A, subclause A, പോയിന്റ് നമ്പർ 1. ഓക്കെ റിജിൽ, അപ്പൊ ഈ നിങ്ങളുടെ പാർട്ടിക്കാരെ കണ്ണിൽ പൊടിയിടുന്ന പോലെ ഇങ്ങനെ ഉയർത്തി കാണിക്കില്ലേ ദയവിതിട്ട്? അത് നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങൾ അച്ചടിച്ചിറക്കുന്ന നിങ്ങളുടേതായിട്ടുള്ള മെമ്പർഷിപ്പാണ്. അങ്ങനെ ഒരു മെമ്പർഷിപ്പ് ഈ വർഷം തുടക്കം മുതൽ ഇല്ലഹേ ഒന്ന് മിണ്ടാണ്ടിരിക്കേ. താങ്കൾ കാണിക്കുന്നത് അപഹാസ്യമായിട്ടുള്ള കാര്യങ്ങൾ CPM-ന്റെ പറ്റി പോയിരിക്കുന്നവനോട് എനിക്ക് തർക്കം താരമില്ല. ശരി 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 റിജിൽ, ശരി റിജിൽ, ശരി ശരി റിജിൽ, ഞാൻ പ്രേക്ഷകരോടാണ് പറയുന്നത്. വേണു, ഞാൻ എന്തുകൊണ്ടാണ് ഈ മെമ്പർഷിപ്പിലേക്ക് ഇത്രമാത്രം സ്ട്രെസ് ചെയ്യുന്നത് വെച്ചാൽ കാരണം അതിൽ നിന്നാണല്ലോ സസ്പെൻഡ് ചെയ്തത് വേണു. അതുകൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിയല്ല വേണു. ദയവ് അത് പ്രേക്ഷകരോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ റിജിലിനോട് ഇനി സംസാരിക്കുന്നില്ല. റിജിൽ എന്നോട് സംസാരിച്ചാൽ മറുപടി നന്നായി പറഞ്ഞു തരാം. ആർട്ടിക്കിൾ 1, the object of Indian National Congress is the well-being and advancement of the people of India and the establishment in India. ഇതാണ് ആ വാചകം കേട്ടോ. അപ്പൊ ഇതാണ് ഒബ്ജക്റ്റ് ഈ പാർട്ടിയുടെ സംഘടനയുടെ പ്രവർത്തനത്തിലേക്കും മെമ്പർഷിപ്പ് ചേർക്കുന്നതിലേക്കും ഒക്കെ. അപ്പൊ ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് നടത്തിയ പത്രസമ്മേളനം കേരളത്തിന്റെ, അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആണ്, അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ നിയമപരിജ്ഞാനത്തെ ഇന്ന് എവിടെയോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസാക്ഷി കുത്തോടുകൂടി അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിൽ ഇരുന്ന് കൊടുത്ത ഒരു 3 മിനിറ്റ് നേരമാണ് നമ്മൾ കണ്ടത്. പൊറാട്ട് നാടകം ആടുകയായിരുന്നു അഡ്വക്കേറ്റ് കൂടിയായിട്ടുള്ള KPCC പ്രസിഡന്റ് ആയിട്ടുള്ള MLA ആയിട്ടുള്ള സണ്ണി ജോസഫ്. കാരണം അദ്ദേഹം ഒറ്റ വാചകമാണ് നടപടി എന്താണെന്ന് പറഞ്ഞു വരുന്നതിലേക്ക് വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. എത്ര കാലത്തേക്കെന്ന് പറയാതെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ സസ്പെൻഷനെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇന്ന് വരെ വേണുവിന് ഈ നിമിഷം വരെ, അതായത് 8 മണിക്കൂറോളം കഴിഞ്ഞു, പത്രക്കുറിപ്പായിട്ടോ, ഞാൻ വീണ്ടും ചോദിക്കുന്നു, പ്രതിപക്ഷ നേതാവിന്റെ പത്രക്കുറിപ്പ് നിങ്ങൾ കണ്ടു കാണും, രമേശ് ചെന്നിത്തലയുടെ പത്രക്കുറിപ്പ് നിങ്ങളിലേക്ക് എത്തിക്കാണും. KPCC പ്രസിഡന്റിന്റെ പത്രക്കുറിപ്പ് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഇതിനെ വാലിഡേറ്റ് ചെയ്യുന്ന രേഖ എവിടെയാണ്? അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിന്റെ ലെറ്റർ ഹെഡിൽ KPCC അധ്യക്ഷന്റെ കൈപ്പടിയോടുകൂടിയ ആ കത്ത് എവിടെയാണ്? ആ അറിയിപ്പ് പൊതുജനങ്ങളുടെ മുന്നിലേക്ക് അദ്ദേഹം TV ക്യാമറകളുടെ മുമ്പിൽ ഇന്ന് കളിച്ച നാടകം നാളെ മുതൽ നിയമപരമായി കോടതി കയറാൻ പോവുകയാണ്. വേണു, ശ്രദ്ധിച്ചു കേട്ടോളൂ. കാരണം വേറൊരു വൈരുദ്ധ്യമാണ് തൊട്ടടുത്ത നിമിഷം VD സതീശന്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. എന്തായാലും ജനവികാരം കോൺഗ്രസിനെതിരായി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ പോലും
അദ്ദേഹത്തെ MLA സ്ഥാനം രാജിവെപ്പിക്കുന്നതിനോ അതിനുവേണ്ടി ശ്രമിക്കുന്നതിനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വരുന്ന ദിവസങ്ങളിൽ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും ഈ MLA പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം മാറിയത് കൊണ്ടോ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാമെന്നാണ് ഇവരുടെ വ്യാമോഹമെങ്കിൽ അത് കേരള ജനത തിരിച്ചറിയുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും.